Hello everyone. അപ്പോൾ നമ്മുടെ ക്ലാസ് 5ലെ അടിസ്ഥാന പാഠാവലിയിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ഡയറി എഴുതാന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം നമുക്ക് രണ്ടാമതായിട്ട് പഠിക്കാനുള്ള ഒരു പാഠാണ് കിളിനോട്ടം എന്ന് പറയുന്ന ഒരു കത്താണ് അല്ലേ. നമ്മുടെ സുഗതകുമാരി ടീച്ചർ എഴുതിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കത്താണ് കിളിനോട്ടം. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് നിങ്ങളോട് ഒരു ഡയറി എഴുതാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ ഡയറിയുടെ ഒരു മാതൃകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ആൻഡ് ഓൾസോ ലൈക്ക് ചെയ്യുക. ഒരു ഡയറി എഴുതുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഡയറിയുടെ ഇടതുവശത്തായിട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡിൽ ഒരു പേജ് എടുക്കുകയാണെങ്കിൽ ഇടതുവശത്തായിട്ട് നമ്മൾ വർഷം എഴുതണം. 2023 അല്ലേ, 2023. ഇത് ഏത് മാസമാണ്? മാസം നോക്കിക്കേ, ഓഗസ്റ്റ്. അപ്പോൾ ഓഗസ്റ്റ് മാസമാണ്. ഇനി വലതുവശത്തായിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ദിവസമാണ് എന്ന് എഴുതണം. ഇത് ഏതാ ദിവസം എന്ന് പറയുന്നത്? അപ്പോൾ നമുക്ക് എഴുതാം 19-ാം തീയതി ആണെങ്കിൽ തീയതി നമ്മൾ എഴുതി. അതേപോലെ തന്നെ ദിവസം അടിയിലോട്ട് എഴുതണം. ഏത് ദിവസമാണ് മക്കളെ? ഇപ്പോൾ തിങ്കളാണെങ്കിൽ തിങ്കൾ, ചൊവ്വയാണെങ്കിൽ ചൊവ്വ. അപ്പോൾ മിസ് ഇവിടെ എഴുതിയിട്ടുള്ളത് തിങ്കൾ എന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യം എഴുതേണ്ട കാര്യം ഇടതുവശത്തായിട്ട് വർഷം എഴുതണം, അതുപോലെ തന്നെ മാസം എഴുതണം. വലതുവശത്തായിട്ട് തീയതി എഴുതണം, അതുപോലെ തന്നെ ദിവസം എഴുതി വെക്കണം. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റത്തെ കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കി പഠിച്ചു. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ എന്താ സാധാരണ എഴുതുന്ന പോലെ തന്നെ ഇന്ന് രാവിലെ പതിവ് പോലെ എഴുന്നേറ്റ സമയത്ത് ഇപ്പോൾ നമ്മുടെ സുഗതകുമാരി ടീച്ചറുടെ ആണെങ്കിൽ ആ ഒരു കിളിനോട്ടം എന്ന് പറയുന്ന ആ ഒരു കത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നിങ്ങളോട് ചോദ്യം ചോദിക്കുക. പിന്നെ ആ മുട്ടകൾ വിരിഞ്ഞു, കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. കൗതുകകരമായ ഈ കാഴ്ച പക്ഷികളെ നിരീക്ഷിച്ചിരുന്ന കുട്ടിയായ സുഗതകുമാരിക്ക് ഏറെ സന്തോഷം നൽകിയിട്ടുണ്ടാവും. അന്നേ ദിവസം ആ കുട്ടി എഴുതാനുള്ള ഡയറി കുറിപ്പ് എങ്ങനെയാവും സങ്കല്പിച്ച് എഴുതൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സുഗതകുമാരി ടീച്ചർ രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു കുഞ്ഞി കിളിയെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്രോട്ടൻ ചെടികൾക്കിടയിൽ ഒരു കുഞ്ഞി കിളിയുടെ കൂട്ടിനുള്ളിൽ നമ്മുടെ ബുൾബുൾ കിളിയുടെ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവമാണ്, ആ ഒരു ദിവസത്തിലെ അനുഭവമാണ് നമ്മൾ ഡയറി ആയിട്ട് എഴുതുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ ഡയറി എഴുതിയിട്ടുള്ളത്? തീയതി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ മിസ് ആദ്യം ഒരു മാതൃക പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ എഴുതിയതിന് ശേഷം എഴുതാം. ഇന്നും ഞാൻ ബുൾബുൾ പക്ഷിയുടെ കൂട്ടിനരികിൽ ചെന്നു. ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു. പെൺപക്ഷി കൂടിൻ്റെ അടുത്തുള്ള കൊമ്പിൽ ഇരിക്കുന്നത് കണ്ടു. ഞങ്ങളെ കണ്ടപ്പോൾ അത് പറന്നുപോയി അല്ലേ. ഇതൊക്കെ നമ്മൾ ആ ഒരു കത്തിൽ വായിച്ചിട്ടുള്ള കാര്യമാണ്. കൂട്ടിൽ നിന്നും ചെറിയ ഒരു ശബ്ദം കേട്ടു. ഞങ്ങൾക്ക് ആകാംക്ഷയേറി. അപ്പോൾ നിങ്ങൾ കവിത എഴുതുന്ന അല്ലെങ്കിൽ ഡയറി എഴുതുന്ന സമയത്ത് സുഗതകുമാരിക്ക് ആകാംക്ഷയായി എന്ന് എഴുതരുത്. ഡയറി എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തം എഴുതുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഞാൻ എന്ന് വേണം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ സുഗതകുമാരി. ഇനി വേറെ നിങ്ങളുടെ കൂടെ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ സുഗതകുമാരിയുടെ ഡയറി എഴുതുന്നത് കൊണ്ടാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുഗതകുമാരിയുടെ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേച്ചിയും എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ, ഞങ്ങൾക്ക് ആകാംക്ഷയേറി. ഞാൻ എത്തി വലിഞ്ഞ് കൂട്ടിനുള്ളിലേക്ക് നോക്കി. ചിറകുമുളയ്ക്കാത്ത 2 കുഞ്ഞുങ്ങൾ. ഞാൻ ചേച്ചിയെ വിളിച്ചു കാണിച്ചു കൊടുത്തു. കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയും വീഴുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്നും മാറിപ്പോയപ്പോൾ അമ്മക്കിളി തീറ്റയുമായി പറന്നു വന്ന് കൂട്ടിലിരുന്നു. കുഞ്ഞുങ്ങൾ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. അമ്മക്കിളി കുഞ്ഞിക്കിളിയെ ചുണ്ടിൽ തീറ്റ വെച്ചു കൊടുക്കുന്നത് ഞങ്ങൾ നോക്കി നിന്നു. എന്തൊരു സ്നേഹമാണ് ആ അമ്മയ്ക്ക്. കുഞ്ഞു വലുതായാൽ ആ പക്ഷികൾ കൂട് വിട്ടു പോകുമോ എന്തോ. നാളെയും അവരെ നിരീക്ഷിക്കണം. അപ്പോൾ ഒരു ഡയറി എഴുതുമ്പോൾ നിങ്ങളാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എഴുതുന്ന ഡയറിയാണ്. അപ്പോൾ ഞാൻ എന്ന് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ എന്ന് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിയോ ഏട്ടനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേച്ചിയോ ഏട്ടൻ്റെ കാര്യം എഴുതാം. അതുപോലെ തന്നെ നാളെ നടക്കാൻ പോകുന്ന എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ആകാംക്ഷ എന്ന് പറയുന്നത്? നാളെ അവർ കൂടെ വിട്ട് പോകുമോ എന്തോ. നാളെയും അവരെ നിരീക്ഷിക്കണം. അപ്പോൾ നാളെയും നിങ്ങൾക്ക് പറയാനുള്ള കാര്യം അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യവും നിങ്ങൾക്കൊരു ഡയറി അവസാനിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡയറിയുടെ മാതൃക. അപ്പോൾ മക്കളെല്ലാവരും ഡയറി പഠിക്കാതെ നമ്മുടെ ഓണം എക്സാമിന് പോകരുത്. ഓണം എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന വളരെ പ്രാധാന്യമായിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ ഡയറി എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത് പഠിച്ചു വെക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. താങ്ക്